ഹലോ നമസ്കാരം. സലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിലീപേട്ടനെ കുറ്റവിമുക്തനാക്കി ഇന്നലെ കോടതി വിധി പറഞ്ഞു. അതാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ചാ വിഷയം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം. അതുതന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം. നമ്മളെല്ലാവരും ആക്രമിക്കപ്പെട്ട ആ നടിയുടെ കൂടെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു 20 പേര് കുറ്റക്കാരാണെന്ന് പറഞ്ഞ് നമ്മൾ കോടതിയിൽ ഒരു കേസ് കൊടുത്ത്, ആ 20 പേരെയും കോടതി ശിക്ഷിക്കണമെന്ന് നമ്മൾ നിർബന്ധം പിടിച്ചാൽ എങ്ങനെയാണ്? അതിൽ തെറ്റുകാരാരാണോ, ആ തെളിവുകളും രേഖകളും ഒക്കെ വെച്ച് തെറ്റുകാരാരാണോ അവർക്കെതിരെ നടപടിയെടുക്കും. അവർ കുറ്റക്കാരാണെന്ന് കോടതി പറയും. അതിനാണല്ലോ നമ്മൾ ജഡ്ജിമാരവിടെ ഇരുത്തി വെച്ചിരിക്കുന്നത്. അല്ലാതെ റോട്ടിലൂടെ പോണവരും വഴിയിലൂടെ പോണവരും അവിടെ ഇവിടെയും TV ചാനലിലൊക്കെ ഇരുന്നിട്ട് കോടതിൻ്റെ വിധി പറയാൻ തുടങ്ങിയാൽ പിന്നെ കോടതിക്കും ജഡ്ജിമാർക്കും എന്താ വിലയുള്ളത്? നമ്മളുടെ ഇപ്പോൾ 6 പേര് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടു, അവർ കുറ്റക്കാരാണെന്ന് പറഞ്ഞു, അതിൻ്റെ ശിക്ഷ വിധിക്കാൻ പോവുകയാണ്. ദിലീപേട്ടൻ ഉൾപ്പെടെ ബാക്കിയുള്ളവർ കുറ്റക്കാരല്ല, അവരെ കോടതി വെറുതെ വിട്ടു. ഒരു കോടതി ഒരു വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കുക. അതിനപ്പുറം നമ്മൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ ആ വിധി നമ്മൾക്ക് തൃപ്തികരമല്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? മേൽക്കോടതി പോയി സമീപിച്ചിട്ട് പറയാനുള്ളത് അവിടെ പറയണം. അല്ലാതെ നമ്മളുടെ അജിത മേഡം ഇന്നലെ കണ്ടില്ലേ പത്രക്കാരോട് പറഞ്ഞത്? ഞാൻ വിചാരിച്ച പോലത്തെ വിധിയല്ല ഈ കോടതിയിലെ ജഡ്ജി പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് വിധി പറഞ്ഞ ജഡ്ജി ഉടനെ രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അജിത മേഡം, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതേ, നിങ്ങൾ ഈ അന്തിച്ചർച്ചയിൽ കുറേ ആളുകൾ TV ചാനലിൽ ഇരുന്നു കൊണ്ട് ദിലീപ് കുറ്റക്കാരനാണ്, ദിലീപിനെതിരെ എൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? നിങ്ങളുടെ വീട്ടിലും അയൽക്കൂട്ടത്തും അല്ലാതെ കുടുംബശ്രീ ചേരുന്നവിടെയും റോഡോരത്തും അവിടെ ഇവിടെ ഇരുന്നു കൊണ്ട് ദിലീപിനെതിരെ തെളിവുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല മേഡം. ആ തെളിവ് വളരെ കറക്റ്റായിട്ട് രേഖാസഹിതം കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ഒരാൾ കുറ്റക്കാരനാണെന്ന് കോടതിക്ക് പറയാൻ സാധിക്കൂ. മേഡം ആ വിഷയത്തിൽ തോറ്റുപോയി. ദിലീപേട്ടനെതിരെ തെളിവുകളൊന്നുമില്ല എന്നൊരു കോടതി പറഞ്ഞ് കോടതി കുറ്റവിമുക്തനാക്കിയപ്പോൾ ചേച്ചിക്ക് ആകെ നാണക്കേടായി. കാരണം ഇത്രയും കാലം ഭയങ്കരമായിട്ട് ദിലീപേട്ടനെ പിടിച്ച് ഉള്ളിലിടും, ഞാൻ വാദിച്ച കേസാണെന്നൊക്കെ പറഞ്ഞ് നടന്ന ചേച്ചി തോറ്റുപോയപ്പോൾ എന്തായി? ഇന്നലെ പത്രക്കാരുടെ മുമ്പിൽ വന്നുകൊണ്ട് ചേച്ചി എന്ത് ചെയ്തു? ആകെ അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു. എന്നിട്ട് ചേച്ചി ഇന്നലെ പറഞ്ഞ കാര്യം എന്താ? ഈ വിധി പറഞ്ഞ ജഡ്ജി ഉടനെ രാജിവെച്ച് പുറത്തു പോകേണ്ടതാണ്. ചേച്ചി പഞ്ചായത്ത് ഓഫീസാണെന്ന് വിചാരിച്ചോ? അതോ നിയമസഭയാണെന്ന് വിചാരിച്ചോ? ചേച്ചി പറയുന്ന സമയത്ത് ജഡ്ജി രാജിവെച്ച് പുറത്തു പോകാനേ ചേച്ചിൻ്റെ തറവാട് മുതലല്ല ജഡ്ജിക്ക് ശമ്പളം കൊടുക്കുന്നത്. ആരാ ചേച്ചി നിങ്ങൾക്ക് അഡ്വക്കേറ്റ് ഡിഗ്രി തന്നത്? എവിടെ പോയി പഠിച്ച് ഡിഗ്രി എടുത്തത്? ചേച്ചി പറയുന്ന സമയത്ത് രാജിവെച്ച് പുറത്തു പോകാനാണെങ്കിലേ ഇന്ത്യ രാജ്യത്ത് കോടതിയിൽ ഒരു ജഡ്ജിമാരും ഉണ്ടാവില്ല. ചേച്ചിയുടെ പോരായ്മ എന്തിനാ ചേച്ചി ജഡ്ജിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത്? ഒരു 20 പേർക്കെതിരെ നമ്മളൊരു കേസ് കോടതിയിൽ കൊടുത്താൽ 20 പേരെയും കോടതി ശിക്ഷിക്കണമെന്നാണോ ചേച്ചി പറയുന്നത്? ഈ ജാതി മണ്ടത്തരം വിളമ്പല്ല ചേച്ചി, ഇത് കേരളമല്ലേ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളെപ്പോഴും ആക്രമിക്കപ്പെട്ട ആ നടിയുടെ കൂടെ തന്നെയാണ്. പക്ഷേ 6 പേരെ കോടതി തെറ്റുകാരാണെന്ന് കരുതി അവർക്ക് ശിക്ഷ നടപ്പാക്കാൻ പോവുക. അവർ കുറ്റക്കാരാണെന്ന് പറഞ്ഞു. ദിലീപേട്ടൻ ഉൾപ്പെടെ ബാക്കിയുള്ളവർ കുറ്റവിമുക്തരാക്കി, അവർക്കെതിരെ തെളിവില്ല എന്ന് പറഞ്ഞു. തെളിവ് കിട്ടിയാലേ ശിക്ഷിക്കാൻ പറ്റൂ. അജിത മേഡം പറയുന്ന പോലെ ശിക്ഷിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് കോടതിയെ വളരെ മോശമായി ചിത്രീകരിച്ച് ആ ജഡ്ജി രാജിവെച്ച് പുറത്തു പോകണമെന്ന് പൊതുജനത്തിൻ്റെ മുമ്പിൽ പരസ്യമായി പറഞ്ഞ അഡ്വക്കേറ്റ് അജിത മേഡത്തിനെതിരെ നിയമ നടപടി ഉണ്ടാവണം, കോടതി അലക്ഷ്യ നടപടി ഉണ്ടാവണം. ഉറപ്പായിട്ടും കോടതി അലക്ഷ്യ നടപടി എടുത്തില്ല എങ്കിൽ ഇനി പല അജിത മേഡവും അതുപോലെ പല ആളുകളും വന്ന് കോടതിക്കെതിരെയും വിധി പറയുന്ന ജഡ്ജിമാർക്കെതിരെയും പൊതുസമൂഹത്തിനിടയിൽ മോശമായി സംസാരിക്കാൻ ഇടവരും. അതുകൊണ്ട് ഇവർക്കെതിരെ ഉറപ്പായിട്ടും നിയമ നടപടി ഉണ്ടാവണമെന്നാണ് കേരള സമൂഹം ആവശ്യപ്പെടുന്നത്.